BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. BJP കൌൺസിലർ സുഗതന്റെ അറസ്റ്റ്. ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായി നേരിടുമെന്ന് VV രാജേഷ്. കാപ്പ കേസ് പ്രതിയായ കൌൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി മേയർ VV രാജേഷ്. സുഗതനെ സംരക്ഷിക്കുമെന്ന് പരോക്ഷമായി വ്യക്തമാക്കി മേയർ. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ടു പോകും. ഇന്നലെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആഭ്യന്തരമന്ത്രിയോടും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുവാൻ സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ന് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഷിഗല്ല സംസ്ഥാനത്ത് പടരുന്ന സാഹചര്യം അതീവ ഗൌരവം. ആദ്യമായിട്ടാണ് ഇത്രയും അധികം കേസുകൾ ഉണ്ടാകുന്നത്. വേണ്ട നടപടി സ്വീകരിക്കണം വീണ ജോർജ്. സംസ്ഥാനത്ത് നിപ ഭീതി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിപയെക്കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രി K മുരളീധരൻ നടത്തിയ പ്രസംഗം ഇന്ന് പലരും അയച്ചു തന്നെന്നും അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും എഴുതുന്നില്ലെന്നും വീണ ജോർജ് പറഞ്ഞു. ശരി തെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്നും വീണ ചൂണ്ടിക്കാണിച്ചു. വോട്ട് ചോരിക്ക് ശേഷം ഇപ്പോൾ നടക്കുന്നത് സീറ്റ് ചോരി. KC വേണുഗോപാൽ. മധ്യപ്രദേശ്, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത്തരത്തിലാണ് ജനാധിപത്യം മുന്നോട്ടു പോകുന്നത്. പരാതി നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും നടപടികളുണ്ടായില്ല. ഇന്ന് നടന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടും. വോട്ട് ചോരിക്ക് ശേഷം ഇപ്പോൾ നടക്കുന്നത് സീറ്റ് ചോരിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല. തിരുവനന്തപുരത്ത് 3 വിദ്യാർത്ഥികൾക്കും കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾക്കും രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തും ഷിഗല്ല. 3 വിദ്യാർത്ഥികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. കുട്ടികൾ അപകടനില തരണം ചെയ്തു. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 പേരുടെയും നില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. കല്യാൺ ബാനർജിയും വിമത പക്ഷത്തേക്ക്. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. കല്യാൺ ബാനർജിയും വിമത പക്ഷത്തേക്കെന്ന് സൂചന. അഭിഷേക് ബാനർജി വേണോ തങ്ങൾ വേണോ എന്ന് തീരുമാനിക്കണമെന്ന് മമതയ്ക്ക് അന്ത്യശാസനവുമായി കല്യാൺ ബാനർജി. അഭിഷേക് TMCയെ നശിപ്പിക്കുന്നുവെന്നും അഭിഷേക് ബാനർജിയുടെ അഹങ്കാരം അംഗീകരിക്കാനാവില്ലെന്നും കല്യാൺ ബാനർജി. തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നതിനിടെയാണ് കല്യാൺ ബാനർജിയുടെ അന്ത്യശാസനം. നേരത്തെ രാജ്യസഭാംഗം പ്രകാശ് ചിക്ബറേക്കും രാജിവെച്ചിരുന്നു. തേവര പാലത്തിൽ ലോറി അപകടത്തിൽപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡ്രൈവർ. സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം. കൊച്ചി തേവര അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൽ ടിപ്പർ തെന്നിമാറി പാലത്തിന്റെ കൈവരയിൽ ഇടിച്ച അപകടം. ടിപ്പർ ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ സുനിലിനെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. അമിത വേഗത്തിൽ വന്ന ടാങ്കർ ലോറി ടിപ്പറിൽ ഇടിച്ചെന്നും ഇതേ തുടർന്ന് നിയന്ത്രണം നഷ്ടമായിട്ടാണ് അപകടം സംഭവിച്ചത്. ബ്രഹ്മപുരത്തേക്ക് ലോറിയുമായി പോകുന്ന സമയത്താണ് അപകടമുണ്ടായത്. അപകടം നടക്കുന്ന സമയത്ത് ലോറി ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തുവാനാണ് ശ്രമം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.